नमस्ते। सब कैसे हो? ठीक है ना? आज की कक्षा में हमने एक नई कविता पढ़ेंगे। गगन गिल, सुना है गगन गिल के बारे में? गगन गिल से लिखी गई एक कविता इस तरह। അപ്പം ഇന്ന് നമ്മൾ ഗഗൻ ഗിൽ എഴുതിയിട്ടുള്ള ഇസ് തരഹ് എന്ന കവിത പഠിക്കും ഈ ഒരു ക്ലാസ്സിൽ. അപ്പം ആദ്യം ഗഗൻ ഗില്ലിനെ കുറിച്ച് പരിചയപ്പെടാം. ഗഗൻ ഗില്ലിനെ കുറിച്ച് പറയുന്നത്, गगन गिल का जन्म नई दिल्ली में हुआ था. एमए अंग्रेजी साहित्य प्राप्त की. एमए अंग्रेजी साहित्य प्राप्त की. ഗഗൻ ഗിൽ ജനിച്ചത് ന്യൂഡൽഹിയിലാണ്. 1959 അവരുടെ ജനനം. പിന്നെ അംഗ്രേസി സാഹിത്യം, അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA കരസ്ഥമാക്കി, MA പാസ്സായി. അതുപോലെ തന്നെ ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി कविता श्रृंखला के प्रकाशित होते ही गगन गिल की कविताओं ने तत्कालीन सुधीजनों का ध्यान आकर्षित किया था. ഗഗൻ ഗിൽ തൻ്റെ സാഹിത്യ രചനകൾ ആരംഭിച്ചിട്ടുള്ളത് ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി എന്നു പേരുള്ള കവിതാ ശൃംഖല, ഒരു കാവ്യ സമാഹാരം, അവരുടെ ഒരു കവിതാ സമാഹാരമാണ് ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി. അപ്പോൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഗഗൻ ഗിൽ എന്ന എഴുത്തുകാരിയുടെ കവിതകൾ സമൂഹത്തിൽ, വർത്തമാനകാല സമൂഹത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. 1983 ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി എന്ന അവരുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെടുന്നത്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടു കൂടിയാണ് ഗഗൻ ഗിൽ എന്ന എഴുത്തുകാരിയെയും അവരുടെ രചനകളെയും വർത്തമാനകാല സമൂഹം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവിടെ മുതലാണ് അവർ ശ്രദ്ധയാകർഷിച്ച് തുടങ്ങിയത്. तब से अब तक उनकी रचनाशीलता देश विदेश के हिंदी साहित्य के अध्येताओं, पाठकों और आलोचकों के विमर्श का हिस्सा रही है. അപ്പോൾ തബ് സെ അബ് തക്, അന്ന് മുതൽ, അതായത് 1983 മുതലാണ് ഇവർ എഴുത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത്. അന്ന് മുതൽ അബ് തക്, ഇന്ന് വരെ അവരുടെ എഴുത്ത് രാജ്യത്തിനകത്തും വിദേശത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഉള്ള ഹിന്ദി സാഹിത്യത്തിലെ അധ്യാപകരായിരുന്നാലും വിദ്യാർത്ഥികളായിരുന്നാലും അതുപോലെ നിരൂപകരായിരുന്നാലും അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലെല്ലാം ഇവരുടെ രചനകൾ
ചർച്ചാ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. അവരുടെ രചനകൾക്ക് ഒരുപാട് വിമർശനങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും 1983 മുതൽ ഇന്ന് വരെയും അവർ സാഹിത്യത്തിൻ്റെ മേഖലയിൽ അവരുടെ രചനകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത് സാഹിത്യം പഠിക്കുന്ന കുട്ടികളായിരുന്നാലും പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നാലും അതുപോലെ സാഹിത്യത്തിൽ നിരൂപണങ്ങൾ നടത്തുന്ന നിരൂപകരായിരുന്നാലും എല്ലാം ഇവരുടെ സാഹിത്യ രചനകളെക്കുറിച്ച് വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി 35 വർഷത്തിലേറെ നീണ്ട ഇവരുടെ ഈ സാഹിത്യ ജീവിതം, സാഹിത്യ ജീവിതത്തിൽ ഇടയിൽ അവർ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളിൽ 5 കവിതാ സംഗ്രഹ് 5 കവിതാ സമാഹാരങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 കവിതാ സമാഹാരങ്ങൾ നോക്കൂ. ഒന്ന് ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി, ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി. പിന്നെ ഒന്ന് അന്ധേരെ മേം ബുദ്ധ്, അന്ധേരെ മേം ബുദ്ധ്. മറ്റൊന്ന് യഹ് ആകാംക്ഷ സമയ് നഹി, യഹ് ആകാംക്ഷ സമയ് നഹി. പിന്നെ മറ്റൊരു പുസ്തകം ധപക് ധപക് ദിൽ ധപക് ധപക്. വേറൊരു പുസ്തകം മേ ജബ് തക് ആയി ബാഹർ, മേ ജബ് തക് ആയി ബാഹർ. ഇങ്ങനെ 5 കവിതാ സമാഹാരങ്ങളാണ് ഗഗൻ ഗിൽ എന്ന എഴുത്തുകാരിയുടേതായി പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി 1989 പ്രകാശനം ചെയ്തിട്ടുള്ളത്. അന്ധേരെ മേം ബുദ്ധ് 1996 പ്രകാശനം ചെയ്തിട്ടുള്ളത്. പിന്നെ യഹ് ആകാംക്ഷ സമയ് നഹി 1998 പ്രകാശനം ചെയ്തു. ധപക് ധപക് ദിൽ ധപക് ധപക് ഈ കവിത 2003 പ്രകാശനം ചെയ്തു. പിന്നെ മേം ജബ് തക് ആയി ബാഹർ ഈ ഒരു പുസ്തകം 2018 പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 5 കവിതാ സമാഹാരങ്ങളാണ് ഗഗൻ ഗില്ലിൻ്റേതായി പുറത്തു വന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഈ കവിതാ സമാഹാരങ്ങൾ കൂടാതെ 4 ഗദ്യ പുസ്തകങ്ങൾ, ഗദ്യരൂപത്തിലുള്ള 4 പുസ്തകങ്ങളും ഇവരുടേതായിട്ട് ഉണ്ട്. പിന്നെ പറയപ്പെടുന്നത് ഇവർ एक दशक से कुछ अधिक समय तक साहित्य संपादन करने के बाद हार्वर्ड यूनिवर्सिटी अमेरिका में पत्रकारिता की नीमेन फेलो, देश वापसी पर पूर्णकालिक लेखन. ഗഗൻ ഗിൽ 1983 മുതൽ 93 വരെ ടൈംസ് ഓഫ് ഇന്ത്യ, സമൂഹ് വ സൺഡേ ഒബ്സർവർ ഇങ്ങനെയൊക്കെയുള്ള സാഹിത്യ മാസികകളിലും മറ്റും സമ്പാദൻ, എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഉൾപ്പെടെ അങ്ങനെയുള്ള ജോലികൾ അവർ ചെയ്തിട്ടുണ്ട്. സമ്പാദകർ അഥവാ എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭാരതീയ പ്രതിനിധി ലേഖക മണ്ഡൽ കെ സദസ്യ കെ നാത്തെ चीन, फ्रांस, इंग्लैंड, मॉरिशस, जर्मनी आदि देशों की एकाधिक यात्राओं के अलावा
മെക്സിക്കോ, ഓസ്ട്രിയ, ഇറ്റലി, തുർക്കി, तिब्बत, कंबोडिया, लाओस, इंडोनेഷ്യ की भरपूर യാത്രയായി. ഇവർ സാഹിത്യ രചനകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. എവിടേക്കൊക്കെ അവർ വിദേശയാത്രകൾ നടത്തിയിട്ടുള്ളതെന്നോ? ചൈന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, മൗറീഷ്യസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഏകാധിക് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം തവണ അവർ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മെക്സിക്കോ, ഓസ്ട്രിയ, ഇറ്റലി, തുർക്കി, തിബറ്റ്, കംബോഡിയ, ലാവോസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അവർ യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവർ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇനി പറയുന്നത് ഗഗൻ ഗില്ലിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് പുരസ്കാരങ്ങളും ഇവരെ തേടി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ: ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ 1984 കിട്ടിയിട്ടുള്ളത്. ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ. പിന്നെ 1989 സംസ്കൃതി സമ്മാൻ എന്നൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2000 കേദാർ സമ്മാൻ 2000 ലഭിച്ചിട്ടുള്ളത്. പിന്നെ 2008 ഹിന്ദി അക്കാദമി സാഹിത്യ സമ്മാൻ 2008 ഹിന്ദി അക്കാദമി സാഹിത്യകാർ സമ്മാൻ. അതുപോലെ 2010 ദ്വിജ് ദേവ് സമ്മാൻ 2010 ലഭിച്ചത്. അപ്പം ഇങ്ങനെ കുറേ പുരസ്കാരങ്ങളും ഇവരെ തേടി എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാ നിലയിലും പ്രശസ്തയായ എഴുത്തുകാരിയാണ് ഗഗൻ ഗിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഗഗൻ ഗിൽ എഴുതിയിട്ടുള്ള ഇസ് തരഹ്, ഇപ്രകാരം എന്നാണ് ആ ശീർഷകം അർത്ഥമാക്കുന്നത്. ഇസ് തരഹ് എന്ന ഒരു ചെറിയ കവിതയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കവിത, ഇസ് തരഹ് എന്ന ഈ കവിത മനുഷ്യൻ്റെ ജീവിതം എന്ന യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ജീവിതം എന്നത് യാത്ര പോലെയാണ് എന്നാണ്. അതായത് ഇപ്പോൾ ഒരു യാത്ര, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾ, യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്നയാൾ നിരന്തരമായിട്ട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഓരോ തവണയും പുതിയ പുതിയ സ്ഥലങ്ങളിലായിരിക്കും യാത്രകൾ നടത്തുക. അപ്പോൾ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആ യാത്ര ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. മുൻപോട്ട് പോകുമ്പോൾ ആ യാത്രക്കിടയിൽ പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ യാത്ര വല്ലാതെ പ്രയാസം അനുഭവപ്പെടുമ്പോൾ ഇനി മുൻപോട്ട് പോകണോ അതോ തിരിച്ച് പോരണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ ചിലപ്പോൾ എത്തും. അപ്പോൾ ആ മുൻപോട്ട് പോകണോ, യാത്ര ഇനിയും മുന്നോട്ട് തുടരണോ അതോ യാത്ര മതിയാക്കി തിരിച്ചു പോരണോ എന്നൊക്കെയുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്താവും മനസ്സിനെ സന്തോഷം നൽകുന്ന, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുക. ആ യാത്രയിൽ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുക. അപ്പം ആ ഒരു കാര്യം, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും ആ ദുർഘടം പിടിച്ച യാത്ര
മുൻപോട്ട് പോകും, മുൻപോട്ട് തുടരും. ഇതേ അവസ്ഥയാണ് ജീവിതമാകുന്ന യാത്രയിലും എന്നാണ് ഗഗൻ ഗിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന യാത്ര, ആ യാത്ര ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന യാത്രയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആപത്തുകളും എല്ലാം നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊക്കെയാവും ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രയാസങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കും. ഒന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ പകച്ചു നിൽക്കും, അല്ലേ? പിന്നെ വീണ്ടും എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നതിന് ശേഷം അപ്പോൾ ചിലപ്പോൾ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു കണിക നമുക്ക് ചിലപ്പോൾ വീണ്ടും കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ കണികയിലൂടെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതം എന്ന യാത്ര മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ മരണമാണ് ശാശ്വതമായിട്ടുള്ള ഒരു അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരണം വരെ ഈ ജീവിതം എന്ന യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാവുന്ന പ്രയാസങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്താണ് അവസാനം നമ്മൾ ജീവിതം എന്ന യാത്രയുടെ അവസാനം, അതായത് മരണം വരെ യാത്ര തുടരുന്നത്. അപ്പം അങ്ങനെയുള്ള ജീവിതയാത്രയെക്കുറിച്ചാണ് ഇവിടെ കവയത്രി നമ്മളോട് പറയുന്നത്. അതൊരു യാത്ര ചെയ്യുന്നത് പോലെ, ഒരു യാത്രയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കവിതയുടെ കുറച്ച് ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. നോക്കൂ, इस तरह शुरू होती है यात्राएं, एक पत्थर टकराकर आपके पाँव गिर जाता है नीचे घाटी में. इस तरह शुरू होती है यात्राएं, एक पत्थर टकराकर आपके पाँव से गिर जाता है नीचे घाटी में. ഗഗൻ ഗിൽ പറയുന്നു, നിങ്ങളുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതം ഒരു യാത്ര പോലെയാണ്. അപ്പോൾ ഇസ് തരഹ് ശുരു ഹോത്തി ഹേ യാത്രയെ, ഇപ്രകാരമാണ് യാത്രകളെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന യാത്രകളെല്ലാം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. അതായത് ആ യാത്രയിൽ നമ്മളൊരു യാത്ര പോവുകയാണ്, ഒരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതം എന്ന യാത്രയാണത്. അപ്പോൾ ആ യാത്രക്കിടയിൽ ആപ്കെ പാവ് സെ ഏക് പത്ഥർ ടക്രാക്കർ നീച്ചെ ഘാട്ടി മേ ഗിർ ജാത്താ ഹെ. ഈ യാത്രയിൽ ആപ്കെ പാവ്, നിങ്ങളുടെ കാലുകൾ ടക്രാക്കർ തട്ടി, ഏക് പത്ഥർ ഒരു കല്ല്, നീച്ചെ ഘാട്ടി മേ താഴ്വരയിലേക്ക് ഗിർ ജാത്താ ഹെ വീണു പോവുകയാണ്. അപ്പം നിങ്ങൾ ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എന്ന യാത്ര, നമ്മൾ ജനിച്ച് നമ്മുടെ ബാല്യവും ഒക്കെ കഴിഞ്ഞ് കൗമാരമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന യാത്ര മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളൊരു ഉയർന്ന പ്രദേശത്തേക്ക് യാത്ര പോകുന്ന പോലെയാണ് കവയത്രി അതിനെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഒരു ഉയർന്ന പ്രദേശം, ആ ഉയർന്ന പ്രദേശത്തേക്ക് നമ്മളിങ്ങനെ കയറി പോവുകയാണ്, യാത്ര പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആപ്കെ പാവ് സെ ടക്രാക്കർ, നമ്മുടെ കാല് തട്ടിയിട്ട്, ഏക് പത്ഥർ ഒരു കല്ല്, നീച്ചെ ഘാട്ടി മേ താഴ്വരയിലേക്ക്, അതായത് നമ്മളിങ്ങനെ കയറി കയറ്റത്തിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമ്മുടെ കാല് തട്ടി ഒരു കല്ല് താഴ്വാരത്ത് നീച്ചെ താഴെ ഘാട്ടിമേ താഴ്വരയിലേക്ക് ഗിർ ജാത്താ ഹെ വീഴുന്നു. അപ്പോഴോ പൽ ഭർ കെ ലിയെ ആപ്പ് ഭൗഞ്ചക് രഹ് ജാത്തെ ഹേ. പൽ ഭർ കെ ലിയെ, പൽ ഭർ അല്പനേരത്തേക്ക്, ആപ്പ് നിങ്ങൾ, ഭൗഞ്ചക് രഹ് ജാത്തെ ഹേ ഭൗഞ്ചക് രഹ് ജാത്തെ ആകെ പരിഭ്രമിച്ച് പോകുന്നു. പെട്ടെന്ന് അല്ലെ അപ്രതീക്ഷിതമായിട്ടാണ് കാല് തട്ടിയിട്ട് കല്ല് താഴേക്ക് വീഴുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ആ ഒരു സംഭവത്തിൽ നിങ്ങൾ ഭൗഞ്ചക് രഹ് ജാത്തെ ഹെ ആകെ അമ്പരന്ന് പരിഭ്രമിച്ച് പോകുന്നു. രാസ്തേ കി ബജായ് നീച്ചെ ഘാട്ടി മേം ദിഖ്തി ഹെ നദി സുന്ദർ നഹീം ഭയാനക്. അപ്പോഴോ രാസ്തേ കി ബജായ് നീച്ചെ ഘാട്ടി മേ, അപ്പം നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കാല് തട്ടിയിട്ട് താഴോട്ട് കല്ല് പതിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പോയി വീണിരിക്കുന്നത് നീച്ചെ ഘാട്ടി താഴെ ആ താഴ്വരയിലേക്കാണ്. അപ്പോൾ ആ താഴ്വരയിൽ രാസ്തേക്ക് ബജായ് അവിടെ ആ കല്ല് പോയ ആ സ്ഥലം അല്ലെങ്കിൽ ആ വഴിയെ കൂടാതെ പിന്നെ ആ താഴ്വരയിൽ നദി ദിഖത്തി ഹേ ഒരു നദി കാണാനുണ്ട്. സുന്ദർ നഹീം ഭയാനക്, പക്ഷേ താഴെ കാണുന്ന കാഴ്ചകളൊന്നും സുന്ദർ നഹീം മനോഹരമല്ല, പിന്നെയോ ഭയാനക് ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാലിൽ തട്ടി വീണ കല്ല് താഴ്വരയിലേക്കാണ് പോയിരിക്കുന്നത്, താഴ്ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. ആ താഴ്വരയാണെങ്കിൽ ഭയാനകമാണ്. അവിടെ കാണുന്ന കാഴ്ചകളോ സുന്ദർ നഹി ഒട്ടും ഭംഗിയുള്ളതും അല്ല. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇസ് തരഹ് ശുരു ഹോത്തി ഹേ യാത്രയെ ഏക് പത്ഥർ ടക്രാക്കർ ആപ്കെ പാവ് സെ ഗിർ ജാത്താ ഹേ നീച്ചെ ഘാട്ടി മേം. ഗഗൻ ഗിൽ പറയുന്നു, ഇസ് തരഹ് ശുരു ഹോത്തി ഹേ യാത്രയെ, ഇപ്രകാരമാണ് യാത്രകളെല്ലാം ആരംഭിക്കുന്നത്. ഏക് പത്ഥർ ടക്രാക്കർ ആപ്കെ പാവ് സെ, നിങ്ങളുടെ കാലിൽ തട്ടി ഏക് പത്ഥർ ഒരു കല്ല്, നീച്ചെ ഘാട്ടി താഴ്വരയിലേക്ക് ഘിർ ജാത്താ ഹെ വീണു പോവുകയാണ്. പൽ ഭർ കെ ലിയെ ആപ് ഭൗഞ്ചക് രഹ് ജാത്തെ ഹെ, അപ്പോൾ പെട്ടെന്ന് സംഭവിച്ച ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പൽ ഭർ കെ ലിയെ അല്പനേരത്തേക്ക് ഭൗഞ്ചക് രഹ് ജാത്തെ ഹെ ആകെ പരിഭ്രമിക്കുന്നു, അമ്പരന്നു പോകുന്നു. രാസ്തേ കി ബജായ് നീച്ചെ ഘാട്ടി മേം ദിഖ്തി ഹേ നദി സുന്ദർ നഹീം ഭയാനക്. അപ്പോൾ താഴേക്ക് പതിച്ച കല്ല്, താഴ്വരയിലേക്ക് വീണ കല്ല് താഴേക്ക് പോയപ്പോൾ ആ താഴെ ഭാഗം അത്ര ഭംഗിയുള്ള കാഴ്ചകളല്ല നമുക്ക് പകരുന്നത്, പിന്നെയോ ഭയാനക് ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് താഴെ കാണുന്നത്. അപ്പോൾ നമ്മുടെ കാലിൽ തട്ടി കല്ല് താഴെ വീഴും. അപ്പോൾ നമ്മൾ ഒരു നിമിഷത്തേക്ക് പരിഭ്രമിക്കും. നമ്മൾ ആ കല്ല് വീണ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നതോ അത്ര സുന്ദരമായ കാഴ്ചകളല്ല, പിന്നെയോ ഭയാനകമായ കാഴ്ചകളാണ്. അപ്പോൾ ഇതേപോലെയാണ് ജീവിതമെന്ന യാത്രയും. നമ്മൾ ജീവിതമെന്ന യാത്രയിൽ ജീവിതത്തിൽ മേലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ഓരോ ദിവസവും ജീവിതം മേലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ആ പോക്കിനിടയ്ക്ക് പെട്ടെന്ന് നമ്മളറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് നേരിടേണ്ടി വരും. ഇല്ലേ, കല്ലിൽ തട്ടി വീണതുപോലെ, കല്ല് താഴേക്ക് വീണ പോലെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കും വന്നു ചേരും. അപ്പോൾ നമ്മളൊരു നിമിഷം എന്ത് ചെയ്യും? ഭൗഞ്ചക് രഹ് ജാത്താ ഹെ, ആകെ പരിഭ്രമിച്ചു പോകും. ആ പ്രതിസന്ധിക്ക് മുമ്പിൽ പരിഭ്രമിച്ച് നിൽക്കും. അപ്പോൾ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മുൻപിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അത്ര നല്ല
കാര്യങ്ങളാവില്ല ഒരു പക്ഷേ നമുക്ക് കാണാനാവുക അല്ലെങ്കിൽ നേരിടേണ്ടി വരിക. അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു കാര്യത്തിന് മുമ്പിൽ പരിഭ്രമിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കും. അപ്പോൾ അതാണ് ജീവിതം എന്ന യാത്ര. അത് ഇവിടെ കവയത്രി ഈ യാത്രയോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന യാത്രയും ഇതുപോലെയാണെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ച ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ധന്യവാദം.